ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഇലക്ട്രിസിറ്റി ബിൽ സ്വന്തമായി അടച്ചുകൊണ്ടും ആലപ്പുഴ ജില്ലയിലെ ഒരു ഹോസ്പിറ്റൽ മൊത്തമായി എടുത്തുകൊണ്ട് അവിടുത്തെ എല്ലാ പെയ്ഡ് വാക്സിനുകളും സൗജന്യമായി നൽകിക്കൊണ്ടും തന്റെ വരുമാന സ്ട്രീമേഴ്സിന് സൂപ്പർ ചാറ്റിലൂടെ നൽകിക്കൊണ്ടും ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ സൗജന്യമായി മെഡിക്കൽ ഷോപ്പ് വഴി നൽകി തന്റെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പെട്രോൾ സൗജന്യമായി നൽകിക്കൊണ്ടും വിഷു ദിനത്തിന്റെ അന്ന് എല്ലാ ഡെലിവറി ബോയ്മാർക്കും വിഷു കൈതീട്ടമായി ഗോൾഡ് കോയിൻ നൽകി അങ്ങനെ തന്റെ കോഡ് റെഡ് എന്ന പ്രൊജക്ടിനെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ച് കഷ്ടത അനുഭവിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഒരു സ്വാതന്ത്ര്യമായി ഊർജ്ജമായി മാറാൻ നമ്മുടെ നിക് വ്ലോഗ്സ് എന്ന ചാനലിൽ നമ്മളെ നിക് കളിയാൻ സാധിക്കുന്നുണ്ട്. അതെ, ഇത് വെറും ഒരു ചാനൽ എന്നതും ഒട്ടനവധി പേർക്ക് കൈത്താങ്ങായ ഒരു വ്യക്തിത്വവും കൂടിയാണ്. ഒരു പക്ഷേ ഇതുകൊണ്ടെല്ലാം തന്നെയായിരിക്കും തന്റെ മികച്ച ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് തന്റെ പാഷനെ മുന്നിൽ നയിച്ചുകൊണ്ട് നിക് വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുക്കാൻ കാരണമായത്. മികച്ച ജോലി ഒഴിവാക്കിക്കൊണ്ട് താൻ യൂട്യൂബിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കുത്തുവാക്കുകളും കളിയാക്കുകളും ആ വ്യക്തി നേരിട്ടുണ്ടാകാം. അന്ന് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജം കാണിക്കാതെ അവിടെ അടിയറവ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹം ഏതോ ഒരു മൂലയിൽ വെറും ഒരു നിക്കായി തുടരുമായിരുന്നു. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ചെയ്യാൻ